നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നല്ല സ്പെഷ്യലായിട്ടുള്ള മാമ്പഴം കൊണ്ടുള്ളൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നല്ല സിമ്പിളായിട്ട് വെറും 2 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ നല്ലൊരു പഴുത്ത മാമ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഒന്ന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർക്കാം. അപ്പോൾ നല്ല പഴുത്ത നല്ല മധുരമുള്ള മാമ്പഴമൊക്കെയാണ്, അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്താൽ മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് ആവശ്യമായിട്ടുള്ളത് പാലാണ്. നല്ല തണുത്ത പാൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ജസ്റ്റ് തണുപ്പിച്ചെടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കട്ടപ്പാലായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഇത് ക്രീമി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഈ മിൽക്ക് ഷേക്ക് നമ്മൾ ശരിക്കും നല്ല ക്രീമി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രഷ് ക്രീം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ മുഴുവൻ ഫ്രഷ് ക്രീമിൽ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോഴും നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിലോട്ടേക്ക് ഐസ്ക്രീമാണ്. അപ്പോൾ വാനില ഐസ്ക്രീം ഒരു 2 സ്കൂപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഐസ്ക്രീം ഇല്ല എന്നാണെങ്കിൽ മിക്കവരുടെ കയ്യിലും കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു 1-2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വാനില എസൻസ് കൂടി ഒരു ഇത്തിരി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ ഒരു മിൽക്ക് ഷേക്ക് നമ്മൾ ഇതുപോലെ അടിച്ചതിന് ശേഷം അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിനകത്തോട്ടേക്ക് ഒഴിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നല്ല പഴുത്ത മാമ്പഴം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചിട്ട് ആദ്യം ഒരു ലെയറായിട്ട് ഇതുപോലെ ഒന്ന് ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ഉപയോഗിക്കാം. കശുവണ്ടിപ്പരിപ്പും ബദാം പരിപ്പും നിലക്കടല ഉണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചെറിയ പൊടികൾ പോലെ ആക്കിയതിന് ശേഷം ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ആഡ് ചെയ്താൽ മതി. ഇനി ആവശ്യത്തിന് ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം. ട്യൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്ന അത്രയും നല്ല ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പം ജസ്റ്റ് 1 ടേബിൾ സ്പൂൺ തേനാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ റെഡിയാക്കിയിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഏറ്റവും ടോപ്പിലായിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള വാനില ഐസ്ക്രീമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1-2 സ്കൂപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഗാർണിഷ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും ഒരു മാംഗോ മസ്താനി എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. അപ്പോൾ ഐസ്ക്രീമൊക്കെ ചേർക്കുമ്പോഴാണ് നല്ല സ്പെഷ്യൽ ആകുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് ആഡ് ചെയ്താൽ മതി. മുകൾ ഭാഗത്തായിട്ട് നട്ട്സും ചെറുതായിട്ട് മുറിച്ചെടുത്ത മാമ്പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഇത്തിരി ട്യൂട്ടി ഫ്രൂട്ടി ആഡ് ചെയ്യാം. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ച് തേൻ ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട്, ചോക്ലേറ്റ് സിറപ്പാണെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് കാണാൻ മാത്രമല്ല ഭംഗി, ശരിക്കും കഴിക്കാനാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊക്കെ സെർവ് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡെസേർട്ട് കൂടിയാണ്. അതുപോലെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഒത്തിരി ഇഷ്ടമായിരിക്കും. പിന്നെ വീട്ടിൽ മാമ്പഴമൊക്കെ ഉണ്ടാകുമ്പോൾ ശരിക്കും നല്ല വെറൈറ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി ഡെസേർട്ടാണ് ശരിക്കും മാംഗോ മസ്താനി. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.